അഡ്ഹോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 46-ാമത്തെ ഭാഗത്തെ ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ്: അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. രണ്ടാമത്തെ ചോദ്യം: SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ഓപ്ഷൻസ്: കുമാരനാശാൻ, ഡോക്ടർ പൽപു, ശ്രീനാരായണ ഗുരു, TK മാധവൻ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കുമാരനാശാൻ. താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭന്റെ കൃതി ഏത്? ഓപ്ഷൻസ്: ഹേമപഞ്ചരം, സ്നേഹലത, ഋതുമതി, എന്റെ മണ്ണ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സ്നേഹലത. നാലാമത്തെ ചോദ്യം: ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ്: പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, വേലുക്കുട്ടി അരയൻ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പൊയ്കയിൽ യോഹന്നാൻ. നായർ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: മന്നത്ത് പത്മനാഭൻ, C കൃഷ്ണപിള്ള, P കൃഷ്ണപിള്ള, K കേളപ്പൻ. ശരിയുത്തരം ഓപ്ഷൻ എ, മന്നത്ത് പത്മനാഭനാണ്. ആറാമത്തെ ചോദ്യം: കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ഏത്? വേഗത്തിലുള്ള സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻസ്: റാം, രജിസ്റ്റർ, ഹാർഡ് ഡിസ്ക്, റോം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, രജിസ്റ്റർ. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻസ്: ഇന്ദിര പോയിന്റ്, കന്യാകുമാരി, ഇന്ദിര കോൾ, തിരുവനന്തപുരം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കന്യാകുമാരി. 8. മസൂലി പട്ടണം ഇപ്പോൾ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ്. 9ാമത്തെ ചോദ്യം: ഭരണഘടനയിലെ അനുച്ഛേദം 29, 30 എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 10ാമത്തെയും അവസാനത്തെയും ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം? ഓപ്ഷൻസ്: OMR, പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, OMR. നമ്മൾ പരീക്ഷ എഴുതുന്ന OMR ആണ് താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ്. 10ൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ലിസ്റ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത സെറ്റുമായിട്ട് നമുക്ക് നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.